അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. അയ്യുഹന്നാസ് തഖുല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. പ്രിയപ്പെട്ട കുട്ടികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു 10 കൊല്ലം മുമ്പ് വരെ എനിക്കൊരു കല്യാണം വേണം, എന്നെ കല്യാണം കഴിച്ചു തരൂ എന്ന് പറഞ്ഞിരുന്ന ഒരു തലമുറയിൽ നിന്ന് എനിക്ക് കല്യാണമേ വേണ്ട എന്ന് പറയുന്ന ഒരു തലമുറയിലേക്ക് ഒരു മാറ്റം ഉണ്ടായപ്പോൾ, പ്ലീസ് നിങ്ങളൊന്ന് കല്യാണം കഴിക്കണം എന്ന് നിങ്ങളോട് പറയേണ്ട ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് വിവാഹം എന്ന് പറയുന്നത് എന്താണ്, അതെന്തിനാണ്, അതിൻ്റെ അനിവാര്യത എന്താണ്, നമ്മുടെ ജീവിതത്തിനോ, ജീവിതത്തിലെ വിജയത്തിനോ, ജീവിതത്തിലെ നേട്ടത്തിനോ, ജീവിതത്തിൻ്റെ അനുഭൂതികൾക്കോ എവിടെയെങ്കിലും വിവാഹം ഒരു തടസ്സമാകുമോ? ആരാണ് അങ്ങനെ പറഞ്ഞത് വിവാഹം ഒരു തടസ്സമാണ് പഠനത്തിന്, ജോലിക്ക്, വരുമാനത്തിന്, ജീവിതാസ്വാദനത്തിന്, സ്വാതന്ത്ര്യത്തിനൊക്കെ വിവാഹം ഒരു തടസ്സമാണ് എന്ന് ആരാണ് പറഞ്ഞത്? അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനായിരിക്കും അവരത് പറഞ്ഞത് എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ മാത്രം നന്നായി ബുദ്ധിയുള്ള, തൻ്റെ ഇടമുള്ള എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ചെറിയ സമയത്ത് ഞാൻ എൻ്റെ സംസാരം പറഞ്ഞ് അവസാനിപ്പിക്കാം. പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. വിവാഹം എന്ന ജീവിത സംവിധാനം നമുക്ക് നിശ്ചയിച്ചു തന്നത് നമ്മുടെ സൃഷ്ടാവാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. ആ സൃഷ്ടാവ് വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചത് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ. വമിൻ ആയാതിഹി, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. സൂര്യൻ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. ചന്ദ്രനും ആകാശങ്ങളും സമുദ്രങ്ങളും പർവ്വതങ്ങളും ഒക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. ഈ ദൃഷ്ടാന്തങ്ങളുടെ സവിശേഷത, ആ ദൃഷ്ടാന്തങ്ങളൊക്കെ നമുക്ക് ഏറെ അനിവാര്യമായതും അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ഏറെ കിട്ടിക്കൊണ്ടിരിക്കുന്നവയുമാണ്. സൂര്യൻ്റെ ചൂട് ചിലപ്പോഴൊക്കെ നമ്മളെ തളർത്തിക്കളയാറുണ്ട്. മഴ ചിലപ്പോഴൊക്കെ നമ്മുടെ ഓട്ടത്തിൻ്റെ വേഗത കുറക്കാൻ കാരണമാവാറുണ്ട്. കാറ്റും ഇടിമിന്നലുമൊക്കെ ചിലപ്പോഴൊക്കെ നമ്മളെ ഭയപ്പെടുത്താറുണ്ട്. പക്ഷേ ഈ ശാസ്ത്രം പഠിക്കുന്ന നിങ്ങൾക്കറിയാമല്ലോ, ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിലെ അനിവാര്യമായ സംഗതികളാണ് എന്ന്. ആ ആയത്തുകളുടെ കൂട്ടത്തിലാണ്, ദൃഷ്ടാന്തങ്ങളുടെ കൂട്ടത്തിലാണ് നമ്മുടെ സൃഷ്ടാവ് വിവാഹം എന്ന ഏർപ്പാടിനെ എണ്ണിയത്. വമിൻ ആയാതിഹി, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു ഇണയെ ഉണ്ടാക്കി തന്നു എന്നത് അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന് സൃഷ്ടാവ് പഠിപ്പിക്കുമ്പോൾ, ഒരു ഇണയുമൊത്തുള്ള ജീവിതത്തിൽ എന്തൊക്കെ തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ എത്രമാത്രം അനിവാര്യതയാണ് ആ ജീവിതമെന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരിക്കലും ലോകത്തിലെ മറ്റൊരു ജീവിയെ പോലെ ഒറ്റക്കാവാൻ സാധിക്കുന്ന ഒരു ജീവിയല്ല മനുഷ്യൻ. ഒരു പോത്തിന്, ഒരു എരുമക്ക്, ഒരു നായക്ക്, ഒരു പട്ടിക്ക്, പൂച്ചക്ക്, കാക്കക്ക്, തത്തക്ക്, ഇതിനൊക്കെ ഒറ്റക്ക് വേണമെങ്കിൽ ജീവിക്കാനാവും. ഞാൻ ആസ്ട്രേലിയയിൽ നിന്നും ഒരു തത്തയെ കൊണ്ടുവന്നിട്ട് എൻ്റെ വീട്ടിലെ കൂട്ടിലിട്ട് ഞാൻ ആ തത്തക്ക് തിന്നാൻ കൊടുത്ത് ആ തത്തയെ വളർത്തിയാൽ ആ തത്തക്ക് നിശ്ചയിച്ച ആയുസ് തീരും വരെ ഒരു പരാതിയും പ്രയാസവും ഇല്ലാതെ ആ തത്തക്ക് എൻ്റെ വീട്ടിലെ കൂട്ടിൽ ജീവിക്കാനാവും. പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനെയല്ലല്ലോ. അവന് വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അവനെ സാന്ത്വനിപ്പിക്കാനും അവനെ സമാധാനിപ്പിക്കാനും അവൻ്റെ കൂടെ അവൻ്റെ വർഗത്തിൽപ്പെട്ടവരുണ്ടായിരിക്കണം. അഥവാ മനുഷ്യൻ ഒറ്റക്ക് ജീവിക്കാൻ പാടില്ല, അവൻ കൂട്ടമായിട്ട് ജീവിക്കേണ്ടവനാണ്. നമ്മളിങ്ങനെ ബൈക്കും കൊണ്ട് റോഡിലൂടെ ഓടിച്ചു പോകുമ്പോൾ ഒരു നായ പെട്ടെന്ന് ബൈക്കിൻ്റെ കുറുകെ ഓടി, എന്താ സംഭവിക്കുക അറിയാലോ? നമ്മൾ വീഴും, ബൈക്ക് വീഴും, നായം വീഴും. പക്ഷേ നമ്മൾ വീണാൽ നമ്മളെ അവിടെ നിന്ന്
എണീപ്പിക്കണമെങ്കിൽ ചുറ്റുഭാഗത്ത് നിന്ന് ആളുകൾ ഓടി വരണം, അവർ ഫോൺ ചെയ്യണം, ആംബുലൻസ് വരണം, നമ്മളെ 4-5 ആൾക്കാർ എടുത്ത് കടത്തി ആശുപത്രി കൊണ്ടുപോയി ഓർത്തോ ഡോക്ടർ വന്ന് എല്ലിന് കമ്പിയൊക്കെ ഇട്ട് കെട്ടി പ്ലാസ്റ്റർ ഇട്ട് ഒരു 2-3 കൊല്ലം ആ കാലിൻ്റെ പൊട്ടിൻ്റെ പ്രയാസം നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ നമ്മുടെ ബൈക്ക് തട്ടി വീണ നായ ഉണ്ടല്ലോ, ആ നായയുടെ കാലിലെ എല്ല് പൊട്ടിയിട്ടുണ്ടാവാം, 3 കാലിൽ എഴുന്നേറ്റ് നിന്ന് ആ നായ മൈ 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 അറിഞ്ഞാണ്ട് ആ നായ ഓടിപ്പോകും. ആ നായ പോയത് ആശുപത്രിയേക്കല്ല, ഓർത്തോ ഡോക്ടറെ തെരഞ്ഞിട്ടില്ല, കമ്പി ഇട്ടിട്ടില്ല, സ്കാൻ ചെയ്തിട്ടില്ല, എക്സ്റേ എടുത്തിട്ടില്ല, പ്ലാസ്റ്റർ ഇട്ടിട്ടില്ല. ഒരു 15ാമത്തെ ദിവസം അതേ സ്പോട്ടിൽ ആ നായ 2ാമത്തെ ബൈക്കിന്റെ മുമ്പിലെത്തും. 4 കാലിൽ ഒരു കേടുണ്ടാവില്ല. എന്താ അറിയോ, നായക്ക് ഇതൊന്നും വേണ്ട, ആശുപത്രി വേണ്ട, കമ്പി വേണ്ട, പ്ലാസ്റ്റർ വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ എന്ന ജീവി ലോകത്തിലെ ഒരൊറ്റ ജീവിയെ പോലെയല്ല. ലോകത്തിലെ ഒരുപക്ഷെ ഏറ്റവും നിസ്സഹായനായ കഴിവ് കുറഞ്ഞ ജീവി എന്ന് ഒരുപക്ഷെ മനുഷ്യനെ വിളിക്കേണ്ടി വരും. ഈ റോഡിലൂടെ ഓടുമ്പോൾ ഒരു ചാവാലിപ്പട്ടി പിന്നാലെ കൂടിയാൽ നമ്മൾ ഓടണം, പൊന്നാരപ്പട്ടി, ഞാൻ ബിടെക് കഴിഞ്ഞ ആളാണ്, അല്ലെങ്കിൽ ഞാൻ MBA കഴിഞ്ഞ ആളാണ്, UK ജോലി ചെയ്യുന്ന ആളാണ്, എൻ്റെ പിന്നാലെ കൂടണ്ടാന്ന് ആ പട്ടിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. പട്ടി പിന്നാലെ കൂടുമ്പോൾ നമ്മൾ ഓടണം. എന്തുകൊണ്ടാണ് നമ്മൾ ഓടേണ്ടി വന്നതെന്നറിയോ? ആ പട്ടിക്ക് നമ്മളെ ഉപദ്രവിക്കാനുള്ള ആയുധം പട്ടിയുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് തിരിച്ച് ആ പട്ടിയെ ഉപദ്രവിക്കണമെങ്കിൽ ഒരു കല്ലോ വടിയോ കിട്ടണ്ടേ, അതൊന്ന് കുമ്പിട്ടെടുക്കാൻ പട്ടി സമയം തരണ്ടേ. അതുവരെ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കും. ആ പട്ടിയുടെ മുമ്പിൽ പോലും എത്ര ഡിഗ്രി ഉള്ളവനാവട്ടെ അവൻ ഓടിക്കൊണ്ടേയിരിക്കും. കാരണം ലോകത്തിലെ ഏറ്റവും ദുർബലനായ ജീവികളിൽ ഒന്നാകുന്നു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ അവൻ വീണു പോകാതിരിക്കാൻ, അവൻ തളർന്നു പോകാതിരിക്കാൻ, അവൻ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ അവൻ ഒരു സമൂഹമായിട്ടാണ്, കുടുംബമായിട്ടാണ് ജീവിക്കേണ്ടത് എന്നത് നമ്മുടെ സൃഷ്ടാവിൻ്റെ നിശ്ചയമാണ്. ആ കുടുംബ ജീവിതത്തിൻ്റെ 1ാമത്തെ പടിയായിട്ടാണ് സൃഷ്ടാവ് വിവാഹത്തെ നമുക്ക് പരിചയപ്പെടുത്തിയത്. ഒരു ഇണയെ നമുക്ക് വേണ്ടി നിശ്ചയിച്ച് ആ ഇണയുടെ കൂടെ ഒരു കുടുംബമായി നമ്മൾ ജീവിച്ച് ഈ ലോകത്ത് ഒരു മനുഷ്യന് നിർവഹിക്കാനുള്ള അടുത്ത തലമുറക്ക് ജന്മം നൽകുക എന്ന ആ മഹത്തായ ഉത്തരവാദിത്തം നിർവഹിക്കാൻ മനുഷ്യനെ സൃഷ്ടാവ് ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ മുമ്പിൽ പുതിയ ചില വാദങ്ങൾ വന്നത്. വിവാഹ ജീവിതം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് എതിരാണ്, വിവാഹ ജീവിതം മനുഷ്യന്റെ ആസ്വാദനത്തിന് എതിരാണ്, വിവാഹം എന്നത് ഒരു തരം സ്വാതന്ത്ര്യത്തിന്റെ നിഷേധമാണ് എന്നൊക്കെയുള്ള ഒരു പുതിയ വാദം ഒരുപക്ഷെ ഒരു പുതിയ തലമുറയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ മനുഷ്യൻ എന്ന ജീവി എത്രമാത്രം സ്വതന്ത്രനാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമുക്കൊക്കെ പറയാലോ, എനിക്കാരും വേണ്ട, എനിക്ക് ഒറ്റക്ക് ജീവിക്കാൻ പറ്റും, എനിക്ക് ജീവിക്കാനുള്ള വകുപ്പുണ്ട്, എനിക്കൊരാളെ സപ്പോർട്ട് വേണ്ട, ഞാൻ ഒറ്റക്ക് ജീവിച്ചോളാം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു 4 ദിവസം നന്നായിട്ട് ഛർദ്ദിച്ച് നമ്മൾ കഴിക്കുന്നതൊക്കെ വയറ്റിൽ നിന്ന് അങ്ങനെ തന്നെ ഉടുമുണ്ടിലൂടെ വയറ്റിലേക്ക് പോകുന്ന ഒരു ഛർദിയും ഒരു വയറ്റിൽ നിന്ന് പോക്കും, ആ ഒരൊറ്റ അസുഖം വന്നാൽ മതി. നമുക്കറിയാം ജീവിതത്തിൽ നമ്മൾ ഒന്നുമല്ല. നമ്മുടെ തലക്കും പുറത്ത് ഗുളികയായിട്ട് ഉമ്മയുണ്ടാവും, ആശുപത്രിയുടെ വരാന്തയിൽ തൂക്കുപാത്രവുമായിട്ട് ബാപ്പ ഉണ്ടാകും, ബാക്കി 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 എത്ര ആളുകൾ കൂടെ ഉണ്ടാവില്ലേ? നമുക്കാർക്കും ഈ ലോകത്ത് ഒറ്റക്ക് ഞാൻ ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് ജീവിക്കാൻ കഴിയില്ല. ആരെങ്കിലും നിങ്ങളെ കുടുംബ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഒറ്റക്കുള്ള ജീവിതത്തിന്റെ മനോഹാരിതകൾ നിങ്ങളുടെ കാതിൽ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അവർ നിങ്ങളെ ചതിക്കുവാനും അവർ നിങ്ങളെ ചൂഷണം ചെയ്യുവാനും കാത്തിരിക്കുന്നവരാ. ഭദ്രമായ ഒരു കോഴി, ഒരു കൂട്ടിലിരിക്കുന്ന കോഴിയോട് കുറുക്കൻ പറയുകയാണ് ഈ കൂടിന്റെ അസ്വാതന്ത്ര്യത്തെക്കുറിച്ച്. അതുകൊണ്ട് ഞാൻ വാതിൽ തുറന്നു തരാം, നീ പുറത്തേക്ക് ഇറങ്ങിക്കോ, നമുക്ക് എവിടേക്കെങ്കിലും പോകാം എന്ന് പറഞ്ഞ് ആ കോഴിയെ കൂട്ടിൽ നിന്ന് വിളിച്ചിറക്കുന്ന ആ കുറുക്കന്റെ മനസ്സിലെ ഗുണകാംക്ഷ ഉണ്ടല്ലോ, അതേ ഗുണകാംക്ഷയാണ് പുതിയ തലമുറയെ ഒരു കുടുംബത്തിന്റെ ഭദ്രമായ സ്വാധീനത്തിൽ നിന്ന്, മാതാപിതാക്കളുടെ സ്വാധീനത്തിൽ നിന്ന്, കുടുംബത്തിന്റെ ഭദ്രമായ ആ സുരക്ഷയിൽ നിന്ന് അവരെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്ന, അത് പ്രത്യയശാസ്ത്രങ്ങളാവട്ടെ, പാർട്ടികളാവട്ടെ, വ്യക്തികളാവട്ടെ, സംസ്കാരങ്ങളാവട്ടെ, കലയാവട്ടെ, സാഹിത്യമാവട്ടെ, സിനിമയാവട്ടെ, എന്താവട്ടെ, അവരൊക്കെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്താം. ലഹരി മാഫിയ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ എങ്ങനെ ലഹരിക്കടിമയാക്കാം, ലൈംഗിക മാഫിയകൾ നിങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, നിങ്ങളെ എങ്ങനെ ചൂഷണം ചെയ്യാൻ. എല്ലാവർക്കും വേണ്ടത് നിങ്ങളെയാണ്. അതുകൊണ്ട് നിങ്ങളെ എങ്ങനെ ഒരു കുടുംബത്തിന്റെ ഭദ്രതയിൽ നിന്ന് അടർത്തിയെടുത്ത് ഒറ്റക്കാക്കാമെന്നതിനെ കുറിച്ച് ശക്തമായ ചർച്ചകൾ നടക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ വളരെ കൃത്യമായി എൻ്റെ മക്കളോട് പറയുന്നത് ഒരു കുടുംബം നൽകുന്ന സുരക്ഷയെക്കുറിച്ച്, ഒരു കുടുംബം നൽകുന്ന സുരക്ഷിതത്വത്തെക്കുറിച്ച്. ഇവിടെ സംസാരിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ അവരുടെ ജീവിതത്തിൻ്റെ
മനോഹാരിതയെക്കുറിച്ച് അവർ നമ്മളോട് സംസാരിച്ചില്ലേ? എത്രമാത്രം സമാധാനത്തോടെ, എത്രമാത്രം സ്നേഹത്തോടെ അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിലെ ഈ തിളക്കുന്ന പ്രായത്തിനപ്പുറം മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അവശനാകുന്ന, തളർന്നു പോകുന്ന ഒരു കാലഘട്ടം അവനെ കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പൊ പറയുന്ന ഈ ലിബറൽ വിശ്വാസങ്ങളും അതേപോലെ തന്നെ കുടുംബത്തിൽ നിന്നും പുറത്തുപോയി ആ സ്വതന്ത്രമായ ജീവിതമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ഈ ലോകത്തിന്റെ പല ഭാഗത്ത് നടപ്പിലാക്കപ്പെട്ട കാര്യങ്ങളാണ്. ആ നടപ്പിലാക്കപ്പെട്ട രാജ്യങ്ങളിലൊക്കെ ഇന്നവർ അനുഭവിക്കുന്ന തീഷ്ണമായ ചില ജീവിതാനുഭവങ്ങളുണ്ട്. മാതാപിതാക്കൾ ആരാണെന്നറിയാത്ത, ആരാണ് എൻ്റെ ബാപ്പ എന്ന് ചൂണ്ടിപ്പറയാൻ സാധിക്കാത്ത നിരാലംബരായ, അനാഥരായ ഒരുപാട് കുട്ടികൾ വയസ്സാകുമ്പോൾ സംരക്ഷിക്കാൻ ആളില്ലാതെ തെരുവോരങ്ങളിലേക്ക് പാഴ്വസ്തുക്കളെ പോലെ വലിച്ചെറിയപ്പെട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അന്യന്റെ മുമ്പിൽ കൈനീട്ടി യാചിക്കേണ്ടി വരുന്ന ഒരുപാട് വൃദ്ധന്മാരായ മാതാപിതാക്കൾ. കുടുംബ ബന്ധത്തിന്റെ അസ്ഥിവാരം തകർക്കുമ്പോൾ ലോകത്ത് ബാക്കിയാകുന്നത് ഇത്തരം ചില സങ്കടകരമായ അവസ്ഥകളാണ്. അതുകൊണ്ട് തന്നെ പടച്ച തമ്പുരാൻ കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ഇണകളെ ഉണ്ടാക്കി തന്ന പടച്ച റബ്ബ്. രണ്ട് മനുഷ്യന്മാര്, ഒരു കുടുംബത്തിലെ ചെറുപ്പക്കാരനും മറ്റൊരു കുടുംബത്തിലെ ചെറുപ്പക്കാരെയും പരസ്പരം ഒരുപക്ഷെ കണ്ടിട്ട് പോലുമില്ലാത്ത, ആദ്യമായിട്ട് കല്യാണത്തിന് പെണ്ണ് കാണുന്ന സമയത്താവ അവർ കാണുന്നത്, അവർ സംസാരിക്കുന്നത്. പരിചയമില്ലാത്ത ആ രണ്ടാളുകൾ അവർ ഒരുമിച്ച് കൂടി അവരുടെ ജീവിതാവസാനം വരെ അവർ ഒന്നായി ജീവിക്കുവാൻ ആ ബന്ധത്തിലേക്ക് അള്ളാഹുവിന്റെ വക കൃത്യമായ ഒരു സമ്മാനം കൂടി അള്ളാഹു നൽകുമെന്നാണ് നമുക്ക് വാഗ്ദത്തം ചെയ്തത്. ആ സമ്മാനം എന്താണെന്നറിയോ? നിങ്ങൾ വിവാഹിതരാകുമ്പോൾ, അതിന്റെ ക്രമപ്രകാരം നിങ്ങൾ വിവാഹിതരാകുമ്പോൾ ആ വിവാഹിതരാകുന്ന ഇണകളുടെ ജീവിതത്തിലേക്ക് അള്ളാഹു നൽകുന്ന മഹത്തായ ഒരു സമ്മാനമാണ് മവദ്ദത്തും റഹ്മത്തും. മവദ്ദത്ത് എന്ന് പറയുന്നത് ശരീരങ്ങൾ തമ്മിലുള്ള പ്രണയമാണ്. റഹ്മത്ത് എന്ന് പറയുന്നത് മനസ്സിന്റെ പ്രണയമാണ്. ശരീരം തമ്മിലുള്ള പ്രണയം, ശരീരത്തിന്റെ സൗന്ദര്യവും ആരോഗ്യവും ഒരുപക്ഷെ ക്ഷയിച്ചു പോകുമ്പോൾ ആ പ്രണയത്തിൽ ഒരുപക്ഷെ മാറ്റങ്ങൾ വന്നേക്കാം. എന്നാൽ ആ മാറ്റം ഉണ്ടാകുന്ന കാലത്തും പരസ്പരം പിരിയാൻ കഴിയാത്ത വിധം മനസ്സുകൾ ഒന്നായി ചേരുന്ന ആ വല്ലാത്ത ഒരു ലോകമുണ്ടല്ലോ. നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് പ്രായമായ ഒരു 60 70 ഒക്കെ വയസ്സായ ഒരു വല്ലിപ്പയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വല്ലിപ്പ ഉച്ചക്ക് ളുഹ്ർ നിസ്കാരം കഴിഞ്ഞ് വെയിലത്ത് വിയർത്തൊലിച്ച് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ആരെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം ആ വല്ലിപ്പക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ വല്ലിപ്പ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? ഉമ്മ എവിടെയാണ്? ഉമ്മ എന്ന് പറയുന്ന ആ വല്ലിപ്പാന്റെ ഭാര്യയാണ്. ആ വല്ലിപ്പാന്റെ ഭാര്യ ഒരിക്കലും വീട് വിട്ട് പുറത്തു പോകില്ല എന്ന് വല്ലിപ്പാക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം വൃദ്ധയായിട്ടുണ്ട്, വളഞ്ഞു പോയിട്ടുണ്ട്, മുടി നരച്ചു പോയിട്ടുണ്ട്, കാതുകളൊക്കെ തൂങ്ങിപ്പോയിട്ടുണ്ട്, ആകപ്പാടെ ഇടങ്ങേറില്ല. വല്ലിപ്പാക്കറിയാം ആ വല്യമ്മ വീട് വിട്ടു പോകൂല. പക്ഷെ എങ്കിലും വല്ലിപ്പ ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ, എവിടെ ഉമ്മ? എന്തെന്നറിയോ? ആ വല്ലിപ്പ കാണാൻ ആഗ്രഹിച്ചത് വയസ്സാണെങ്കിലും തൻ്റെ ജീവിത പങ്കാളിയുടെ ആ മുഖമാണ്. അതൊരു മനുഷ്യന്റെ സവിശേഷതയാണ്. ഞാനൊക്കെ എൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എൻ്റെ വീടിൻ്റെ പുറത്ത് ഒരു 50 ആൾക്കാരുടെ ചെരുപ്പുണ്ടെങ്കിലും എടീന്ന് വിളിക്കുമ്പോൾ എന്തോന്ന് വിളി കേൾക്കാൻ എൻ്റെ ഭാര്യ വീട്ടിലില്ലെങ്കിൽ അനുഭവിക്കുന്ന ഒരു ശൂന്യതയുണ്ട്. അത് നികത്താൻ ഈ ഭൂമിയിലെ 800 കോടി മനുഷ്യന്മാർ വിചാരിച്ചാൽ നടക്കൂല. അത് ജീവിതത്തിലെ വല്ലാത്ത ഒരു ബന്ധമാണ്. ആ ബന്ധം പ്രായമാകും തോറും അതങ്ങനെ കൂടി 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 വരും. സാധാരണ പറയാറുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രണയം അത് കുറുന്തോട്ടി പോലെയാണെന്നാ പറയാ. കുറുന്തോട്ടി ഒരു സാധു ചെടിയാണ്, ഒരു പച്ച നിറത്തിലുള്ള കഷായത്തിനൊക്കെ വെട്ടിക്കൂട്ടുന്ന ഒരു പാവം ചെടിയാണ്. പക്ഷെ ഈ കുറുന്തോട്ടി ചെടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ കുറുന്തോട്ടി ചെടി ഉണങ്ങും തോറും അതിന്റെ ശക്തി ഇങ്ങനെ കൂടി 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 വരും. ഒരു കുറുന്തോട്ടിയുടെ കഷ്ണം, ഒരു കൊമ്പ് നമ്മൾ വെട്ടിയെടുത്ത് നന്നായി ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ഇരുമ്പ് കമ്പിയുടെ ഫലം ചെയ്യും. അത്ര ഉറപ്പാ. ഈ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു കൊടുക്കുന്ന ആ വലിയ സമ്മാനമുണ്ടല്ലോ, ആ സമ്മാനം ജീവിതത്തിന്റെ ഏത് തീഷ്ണമായ പ്രയാസങ്ങളിലും ഒരു മനുഷ്യന്റെ മനസ്സിന് സമാധാനവും ശാന്തിയും നൽകുന്ന വലിയ ഒരു ഗുണവിശേഷമായിട്ടാണ് അള്ളാഹു താല പഠിപ്പിച്ചത്. ഞാൻ എൻ്റെ സംസാരങ്ങളിലൊക്കെ സൂചിപ്പിക്കാറുള്ള ഒരു ഉദാഹരണമുണ്ട്. കോഴിക്കോട് പട്ടണത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയുടെ ICUവിൽ കിടക്കുന്ന 80 വയസ്സ് കഴിഞ്ഞ ഒരു രോഗിയെ കാണാൻ വേണ്ടി ഞാൻ ചെന്ന് അയാളോട് കൂടുതൽ സംസാരിക്കേണ്ട എന്ന് ഡോക്ടർമാർ പറഞ്ഞത് കൊണ്ട് തന്നെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സലാം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് മടങ്ങിപ്പോരുമ്പോൾ അയാളുടെ ദുർബലമായ കൈ കൊണ്ട് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അയാൾ എന്നോട് പറഞ്ഞു, അവളെ ഒന്ന് കൊണ്ടുവരുമോ? അവളെന്ന് പറഞ്ഞാൽ എനിക്കറിയാം അയാളുടെ ഭാര്യയാണ്. 10-65 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ശരീരം തളർന്ന് 10 കൊല്ലമായി
മരണക്കിടപ്പിലാണ്. കണ്ണിലേക്ക് നോക്കിയാൽ അരിച്ചിറങ്ങുന്ന കണ്ണീരല്ലാതെ ജീവന്റെ ഒരു അടയാളവും ഇല്ലാത്ത ഒരു പാവം സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെയാണ് അയാൾ എന്നോട് ചോദിച്ചത്, അവളെ ഒന്ന് കൊണ്ടുവരോ, ഒന്ന് കാണാനാണ്. ഞാൻ അയാളോട് പറഞ്ഞു, എത്ര പ്രയാസം, ആംബുലൻസ് വിളിക്കണം, കഷ്ടപ്പെടണം, ഒരുപാട് ബുദ്ധിമുട്ടണം, ഇവിടെ മക്കളും പേരമക്കളും ഡോക്ടർമാരും എല്ലാവരും ഇല്ലേ, എന്തിനാ അവരെ പ്രയാസപ്പെടുത്തുന്നത്? എൻ്റെ കയ്യിലെ പിടി ഒന്നുകൂടി മുറുകെ പിടിച്ചിട്ട് ആ മനുഷ്യൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, അവളെ ഒന്ന് കണ്ടാൽ തീരുന്ന പ്രശ്നമേ എനിക്കുള്ളൂ. അവളെ ഒന്ന് കണ്ടാൽ തീരുന്ന പ്രശ്നമേ എനിക്കുള്ളൂ. 75-80 വയസ്സായ ജീവിതത്തിന്റെ അവസാനത്തെ ക്ലൈമാക്സിന് വേണ്ടി കാത്തിരിക്കുന്ന ആ വൃദ്ധനായ മനുഷ്യൻ, 65 കഴിഞ്ഞ 10 കൊല്ലമായി തളർന്നു കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവരുടെ മുഖത്ത് കാണുന്ന ആ സമാധാനമുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിലെ അവസ്ഥാവിശേഷം, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന് തോന്നുമ്പോഴുള്ള ആ സമാധാനമാണ്. ആ സമാധാനം ഒരു മനുഷ്യന് കൊടുക്കുമെന്ന് നമ്മുടെ സൃഷ്ടാവ് പറഞ്ഞത് അത് ജീവിതത്തിലെ അവൻ്റെ ഇണയിലൂടെയാണ്, അവൻ്റെ പങ്കാളിയിലൂടെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇണയുണ്ടാവുക എന്നത് ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു വിജയത്തിനും, ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു നേട്ടത്തിനും അതൊരിക്കലും തടസ്സമാവുകയില്ല. ആകുമെന്നു പറഞ്ഞ് അത്തരമൊരു ബന്ധത്തിൽ നിന്ന് ആരാണോ നിങ്ങളെ അടർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് അവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുക. രണ്ടു ഭാഗത്തും ഓരോ കൊമ്പുണ്ടാവും, ചെകുത്താനായിരിക്കും. കാരണം നിങ്ങളെ ഒറ്റപ്പെടുത്തി, അറിയാലോ, ജീവിതത്തിൽ പ്രയാസം ഉണ്ടാകുമ്പോൾ സമാധാനം കിട്ടേണ്ട കുടുംബത്തിൽ നിന്ന് അടർത്തിയെടുത്താലേ പിന്നെ പ്രയാസം ഉണ്ടാകുമ്പോൾ ബാറിലേക്കോ വിദേശ മദ്യ ഷോപ്പിലേക്കോ ലഹരിയിലേക്കോ ആവും ആ മനുഷ്യൻ കടന്നു ചെല്ലുക. അനാശാസ്യങ്ങളിലേക്കാണ് അവൻ ജീവിതത്തെ കൊണ്ടുപോവുക. അതാണ് അവർക്ക് വേണ്ടത്. നിങ്ങളുടെ സുന്ദരമായ ശരീരങ്ങളെ വേണ്ടാത്ത വൃത്തികെട്ട ലോകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശക്തമായ ശ്രമമാണ് ഈ കുടുംബ ബന്ധത്തിന്റെ സുരക്ഷിതത്വത്തിൽ നിന്ന് അടർത്തിയെടുക്കാനുള്ള ഈ ശ്രമം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. എൻ്റെ സമയം അവസാനിച്ചു എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് എൻ്റെ മക്കളോട്, ഞങ്ങൾക്ക് പറയാലോ, അനുഭവത്തിന്റെ വെളിച്ചത്തില 52 വയസ്സായി. ഈ 52 വയസ്സിന്റെ ഇടയ്ക്ക് ജീവിതത്തിൽ ഏറ്റവും സമാധാനമായി കൂടെ നിൽക്കുന്ന ഒരാളുടെ മുഖം അന്വേഷിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന മുഖം എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖമാവും. നമ്മൾ ജീവിത പങ്കാളിയെ സ്വീകരിക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ഞാൻ അനുഷ്ഠിക്കുന്നത് എന്ന നല്ല നീയത്തോടു കൂടിയാണെങ്കിൽ അള്ളാഹു തആല വാഗ്ദത്തം ചെയ്ത മവദ്ദത്തും റഹ്മത്തും നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടിയാൽ പ്രയാസങ്ങളുടെ, ബുദ്ധിമുട്ടുകളുടെ, ദുരിതങ്ങളുടെ, ദുരന്തങ്ങളുടെ കൊടുങ്കാറ്റടിച്ചു വീശിയാലും പ്രിയപ്പെട്ടവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിൽക്കുമ്പോഴുള്ള ഒരു സുരക്ഷിതത്വമുണ്ട്. അത് ലോകത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സുരക്ഷിതത്വമാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ മക്കളോട് പറയാനുള്ളത്, നമ്മുടെ സൃഷ്ടാവ് നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നന്മ മാത്രമേ ഉള്ളൂ. അതുമാത്രമാണ് നന്മ. ആ നന്മയിൽ നിന്ന് നമ്മളെ പിടിച്ചു കൊണ്ടുപോകുന്നത് തിന്മയുടെ ആഴത്തിലുള്ള ചുഴിയിലേക്കാണ്. അപകടങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. ആ ബുദ്ധി ഉപയോഗപ്പെടുത്തി കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ നന്നായി ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.